ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ്ഹെഡപ്പ്. നമ്മൾ നോക്കാൻ പോകുന്നത് പെൻസിലിൻ ആന്റിബയോട്ടിക്സ് ആണ്. എല്ലാവർക്കും അറിയാം പെൻസിലിൻ ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് ഒരു മോൾഡിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. സോ പെൻസിൽ എന്ന് പറയുന്നത് ഒരു ബീറ്റ ലാക്ടം ക്ലാസ് ആണ് വരുന്നത്. ബേസിക്കലി ബാക്ടീരിയയുടെ സെൽവാള് ഫോം ചെയ്യാതെ അതിന്റെ ബാക്ടീരിയനെ പൊട്ടിച്ചിട്ട് തന്നെ കൊല്ലുന്ന രീതിയാണ് പെൻസിലിൻ ആന്റിബയോട്ടിക്സിന്റെ ബേസിക് ആയിട്ടൊരു മെക്കാനിസം ഓഫ് ആക്ഷൻ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് പെൻസിലിൻ വർക്ക് ചെയ്യുന്നുള്ളത്. സോ നമ്മൾ ക്ലാസിഫിക്കേഷൻ നോക്കാം. പെൻസിലിൻ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നാച്ചുറൽ സ്റ്റെഫിലോകോക്കൽ ആൻഡ് എക്സ്റ്റൻഡ് സ്പെക്ട്രം ബീറ്റ ലാക്ടം ഇൻഹിബിറ്റേഴ്സ് എന്നാണ്. സോ നാച്ചുറൽ പറഞ്ഞാൽ പെൻസിലിൻ ജി, പെൻസിലിൻ വി. ആന്റി സ്റ്റെഫിലോകോക്കൽ മീൻസ് മെത്തിസിലിൻ, ഓക്സാസിലിൻ ആൻഡ് നെഫിസിലിൻ. എക്സ്റ്റൻഡ് സ്പെക്ട്രം ആംബിസിലിൻ, അമോക്സിലിൻ, കാർബമെൻസിലിൻ. ബീറ്റ ലാക്ടം ഇൻഹിബിറ്റേഴ്സ് ക്ലാവുലാനിക് ആസിഡ്, സുൽബാക്ടം ആൻഡ് ടൊസാബാക്ടം ആണ്. സോ ഇതിൽ നമുക്ക് 2-3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗുകൾ നോക്കേണ്ടതായിട്ടുണ്ട്. സോ മേജർ യൂസ് പറയുവാണെങ്കിൽ പെൻസിലിൻ ജി എന്ന് പറയുന്ന നാച്ചുറലി ഒക്കറിങ് പെൻസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻഫെക്ഷൻ ലൈക്ക് സ്ട്രെപ് ത്രോട്ട്, ന്യൂമോണിയ, സിഫിലിസ് ഒക്കെ സെക്ഷുവലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസ് ആണ്. ഇതിന്റെ ഒരു സൈഡ് എഫക്ട് പറയുവാണെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഒരുപാട് പേരിൽ പെൻസിലിനിൽ കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് ആംബിസിലിൻ ആണ്, ബ്രോഡ് സ്പെക്ട്രം പെൻസിലിൻ ആണ്. യൂടി ട്രാക്ട് ഇൻഫെക്ഷൻ, പിന്നെ ഇയർ ഇൻഫെക്ഷൻ ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് അമോക്സിലിൻ ആണ്, കോമൺലി ഉപയോഗിക്കുന്ന ഒരു പെൻസിലിൻ ആണ്. സോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ലൈക്ക് ഇയർ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഈ അമോക്സിലിൻ കഴിക്കുമ്പോൾ മിക്കവാറും ആൾക്കാരിലൊക്കെ ഡയറിയ കണ്ടീഷൻ ഒക്കെ കാണിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും മേജർ യൂസ് ആയിട്ട് പറയുന്നത്. സോ പെൻസിലിൻ ജി, ആംബിസിൽ, അമോക്സിലിൻ ആണ്, നോക്കി വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഓഗ്മെന്റേഷൻ ആണ്, കോമ്പിനേഷൻ ഓഫ് പെൻസിലിൻസ് ആണ്. സോ ബേസിക്കലി കോമ്പിനേഷൻ ആന്റിബയോട്ടിക്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ അമോക്സിലിൻ പ്ലസ് ക്ലാവുലാനിക് ആസിഡ് ഒക്കെ നമ്മൾ ഒരുമിച്ച് കൊടുക്കാറുണ്ട് അല്ലെ. അങ്ങനെ കൊടുക്കുമ്പോൾ ഉപയോഗം എന്താണ്? അതൊരു ബ്രോഡ് സ്പെക്ട്രം ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി ആ ഡ്രഗ് കാണിക്കുന്നുള്ളതാണ്. ഇപ്പൊ ചില ആൾക്കാർ പോകുമ്പോഴത്തേക്കും അവർക്ക് അമോക്സിലിൻ പ്ലസ് ക്ലാവുലാനിക് ആസിഡ് കൊടുക്കുക. അപ്പൊ നമ്മൾ ആദ്യമേ കൊടുക്കില്ല. നമുക്ക് അത്യാവശ്യം കണ്ടീഷൻ ഇച്ചിരി മോശമാണ്, അല്ലെങ്കിൽ നമുക്ക് വേറെ മരുന്ന് കഴിച്ചിട്ട് വേറെ ആന്റിബയോട്ടിക് കഴിച്ചിട്ട് നമുക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു ഓഗ്മെന്റേഷനിലേക്ക് പോവുള്ളൂ അല്ലെ. സോ ബ്രോഡ് സ്പെക്ട്രം കവറേജ് ആണ്. കാരണം നമുക്കറിയാം ഒരുപാട് ബാക്ടീരിയകൾക്ക് പോലും അല്ലെങ്കിൽ വേരിയസ് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷന് പോലും നമ്മൾ ഈ കോമ്പിനേഷൻ ഓഫ് പെൻസിലിൻ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഉപയോഗമുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് റെസിസ്റ്റന്റ് ബാക്ടീരിയ ആണ്. ഈ ഒരു ഓഗ്മെന്റേഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈവൻ റെസിസ്റ്റൻസ് പോലും അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കാണിക്കുന്ന ബാക്ടീരിയയിൽ പോലും ഒരുപാട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കുകയും അങ്ങനെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിനെ എൻഹാൻസ് ചെയ്യാനും സഹായിക്കും എന്നുള്ളതാണ് ഈ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഈ ഓഗ്മെന്റേഷൻ കൊണ്ട് നമുക്ക് ഏറ്റവും വലിയൊരു ഉപയോഗം എന്ന് പറയുന്നത് കേട്ടോ. സോ സിമ്പിൾ ആണ്, ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാന്നേ ഉള്ളൂ. സോ ഓഗ്മെന്റേഷൻ കോമ്പിനേഷൻ പറയുവാണെങ്കിൽ ബേസിക്കലി എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് അമോക്സിലിൻ പ്ലസ് ക്ലാവുലാനിക് ആസിഡ് ആണ് കേട്ടോ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ റെസിസ്റ്റന്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമുക്ക് കൊടുക്കാം എന്നുള്ളത് തന്നെയാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ബ്രോഡ് സ്പെക്ട്രം ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഒരുപാട് ബാക്ടീരിയൽ നമുക്ക് ഇൻഫെക്ഷൻസിനും വൈഡ് വെറൈറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് കോമ്പാക്ട് റെസിസ്റ്റൻസ്, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പോലും ഓവർകം ചെയ്യാൻ വേണ്ടി ഈ കോമ്പിനേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇനി എങ്ങനെയാണ് പെൻസിലിൻ വർക്ക് ചെയ്യുന്നത്? സോ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് ബേസിക് എന്ന്. ഫസ്റ്റ് വൺ ഇസ് പ്രിവെന്റ് സെൽ വാൾ ഫോർമേഷൻ ആണ്. സോ പെൻസിലിൻ ബാക്ടീരിയയുടെ ആ ഒരു സെൽ വാൾ ഫോർമേഷന്റെ എബിലിറ്റിയെ കുറയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ആ സെൽ വാളിനെ ലൈസിസ് ചെയ്യും, നശിപ്പിച്ച് കളയുവാണ്, ബേസ്റ്റ് ചെയ്യിപ്പിക്കുന്നു, പൊട്ടിപ്പിച്ച് കളയുന്നു. അതിനുശേഷം എലിമിനേറ്റ് ഇൻഫെക്ഷൻ. സോ ഈ ഒരു മെക്കാനിസം വിട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് ഇൻഫെക്ഷൻ കുറച്ചുകൊണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ മേജർ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു രീതി എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ, ഭയങ്കര എളുപ്പമാണ്. സോ ഇൻഡിക്കേഷൻസ് ആണ്, നമുക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷനിൽ കൊടുക്കാം എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ന്യൂമോണിയ, സ്ട്രെപ് ത്രോട്ടിൽ കൊടുക്കാം. ആൻഡ് സ്കിൻ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ, അതായത് സ്കിന്നിലും സോഫ്റ്റ് ടിഷ്യൂലും വരുന്ന ഇൻഫെക്ഷൻസിന് കൊടുക്കാം. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ലൈക്ക് ഗൊണേറിയ, സിഫിലിസിൽ പെൻസിലിന് ഒരുപാട് ഉപയോഗമുണ്ട്. ആൻഡ് അതർ കണ്ടീഷൻ ലൈക്ക് ഓട്ടൈസ് മീഡിയ, റൊമാറ്റിക് ഫീവർ ആൻഡ് എരിസ്ഫീലിയസിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെയാണ് പെൻസിലിന്റെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ. സോ ഡോസേജ് അഡ്മിനിസ്ട്രേഷൻ പറയുവാണെങ്കിൽ ബേസിക്കലി പെൻസിലിൻ കൊടുക്കുന്നത് എപ്പോഴും ഒരു എംപ്റ്റി സ്റ്റൊമക്കിൽ 1 or 2 hour ലൈക്ക് 1 hour ബിഫോറോ അല്ലെങ്കിൽ 2 hour ആഫ്റ്റർ ദ മീലാണ് നമ്മൾ എപ്പോഴും ടൈമിംഗ് പറയുന്നത്. സോ ഹൈഡ്രേഷൻ പറയുവാണെങ്കിൽ വെള്ളം കുടിക്കണം, 8 ounce വാട്ടർ എങ്കിലും ഓരോ ഡോസിൽ കുടിക്കണമെന്ന് പറയാറുണ്ട്. പക്ഷേ ബെസംബിസിലിനും അമോക്സിലിനും പക്ഷേ ഡിഫറെന്റ് ഇൻസ്ട്രക്ഷൻ ആണ്. അതിന് മാത്രം നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, 1 hour അല്ലെങ്കിൽ 2 hour ശേഷം പറയാൻ പറ്റില്ല. എന്താണ് ബെക്കംബിസിലിനും അമോക്സിലിനും
മാത്രം എന്താണ് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും കഴിക്കേണ്ട രീതിയും ഇൻസ്ട്രക്ഷനും പറയുന്നത്. പക്ഷേ ബാക്കിയുള്ള എല്ലാ പെൻസിലിനും 1 hour ബിഫോറോ അല്ലെങ്കിൽ 2 hour ആഫ്റ്റർ ദ മീലാണ് നമ്മൾ എം ടി സ്റ്റൊമക്കിലാണ് പറയുന്നത്. സോ കോൺട്രാ ഇൻഡിക്കേഷൻ ഓൾറെഡി പറഞ്ഞതുപോലെ പെൻസിലിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി തന്നെയാണ്. നമുക്കൊരു നോൺ അലർജിക് കണ്ടീഷൻ കാണാൻ പറ്റും. ചില ആൾക്കാർ റാഷസും ചൊറിച്ചിലും ഒരു ചെറിയൊരു നീര് വീക്കൊക്കെ കാണാറുണ്ട് എന്നുള്ളതാണ്. സോ ബേസിക്കലി നമുക്ക് ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് നോക്കാം. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പെൻസിൽ ഒരു മോൾ ഡെറിവേറ്റീവ് ആണെന്ന് പറഞ്ഞു, സെൽ വാളിനെയാണ് നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞു, ഇതൊരു ബാക്ടീരിയസിഡലാണ്. അതായത് പെൻസിൽ കിൽ ബാക്ടീരിയ ബൈ കോസിങ് ദം ബേസ്റ്റ്, പൊട്ടിച്ച് കളയണം അല്ലെങ്കിൽ പൊട്ടിച്ച് കളയണം, ബാക്ടീരിയസിഡലാണ്. ആൻഡ് ബ്രോഡ് ഇൻഡിക്കേഷൻ പറയുവാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. പിന്നെ ഓരോ പെൻസിലിന്റെ മേജറിന്റെ എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് മേജറായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്. നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നെക്സ്റ്റ് കാണാം. ബൈ.